അപ്പോൾ പഠിക്കുന്ന സമയത്ത് എക്സ്പെൻസസ് വരുന്നില്ല എന്നുള്ള കാര്യം ഓക്കെ. പക്ഷേ ഇവർ പഠിച്ച് കഴിഞ്ഞ് ജർമ്മനിയിൽ എത്തുന്നതിൻ്റെ ഇടയിലുള്ളൊരു വിൻഡോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് പ്രോസസ്സിങ് സമയത്ത് ഇവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങൾ വരുന്നത്? ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു B1 ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളും കൊടുത്ത് ആ സമയം തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ. ഇവർ B2 ലാംഗ്വേജ് പഠിച്ച് പാസ്സാകണം എന്നില്ല ആക്ച്വലി ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി. ഇവർക്ക് ഓഫർ ലെറ്ററൊക്കെ ഈവൻ ബിഫോർ ദേ പാസ് ദ B2 എക്സാം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ എക്സ്പെൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് ₹1 പോലും എക്സ്പെൻസ് വരുന്നില്ല. വീണ്ടും തികച്ച് സൗജന്യമാണ്. ₹1 പോലും മുടക്കേണ്ട കാര്യമില്ല. അത് ഞാൻ പറഞ്ഞ ലാംഗ്വേജ് കോഴ്സിനുള്ള ഫീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് വരുന്നൊരു എക്സ്പെൻസ് അതിൽ എക്സാം ഫീസായിട്ട് ഏകദേശം ഒരു ₹18 അടുത്തു. ഒരു നമ്മൾ VFS ഡേറ്റ് എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടിയുള്ള ഒരു ₹10-14 ഈ ഫണ്ട് വേണമെങ്കിൽ ഒരു പക്ഷേ ഓൾറെഡി നമ്മൾ കോഷൻ ഡെപ്പോസിറ്റായി കൊടുത്തു കഴിഞ്ഞു, അല്ലാതെ അവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അവിടെ നമുക്കൊരു എക്സ്പെൻസും വരുന്നില്ല. ഇനി ഡോക്യുമെൻറ്റേഷനുണ്ട്, അറ്റസ്റ്റേഷനുണ്ട്, ട്രാൻസ്ലേഷനുണ്ട്, റെക്കഗ്നീഷനുണ്ട്. ഇങ്ങനെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് വരുന്ന കംപ്ലീറ്റ് ചിലവുകൾ വഹിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇതിലൊന്നും ഒരു കുട്ടിയും പേയ്മെൻറ്റ് മുടക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഇവർക്കൊരു ഫ്ലൈറ്റ് എടുത്ത് ജർമ്മനിയിൽ ചെല്ലുന്നതിനുള്ള ചിലവ്, ആ ഫ്ലൈറ്റിൻ്റെ എക്സ്പെൻസ് വഹിക്കുന്നതും നമ്മളാണ്. അതിനുശേഷം ഇവരെ നമ്മൾ അവരുടെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന എയർപോർട്ട് പിക്കപ്പോ, ഇവരുടെ സിറ്റി കൗൺസിൽ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ, അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സൗജന്യമാണ്. ഒരിക്കൽ പറഞ്ഞാൽ ₹1 പോലും മുടക്കില്ലാതെ ഇവർക്ക് ജർമ്മനിയിൽ എത്താൻ സാധിക്കും, ഫാമിലിയോടൊപ്പം മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ.